നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ കുട്ടിക്കാലം മുതലേ ഓരോരോ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വലുതാവുമ്പോൾ എനിക്കൊരു ഡോക്ടറാകണം, ഒരുപാട് രോഗികളെ പരിശോധിക്കണം, സൗജന്യമായിട്ട് പരിശോധിക്കണം, എനിക്കൊരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവറാകണം, ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറാവണം, എനിക്ക് കള്ളനെ പിടിക്കുന്ന പോലീസാകണം, വലിയ ബിൽഡിങ്ങുകൾ ഉയർത്തി പണിയുന്ന എൻജിനീയർ ആകണം. ഇങ്ങനെ പല പല സ്വപ്നങ്ങളുണ്ടാകും. റൈറ്റ് ഫ്രം മൈ ബോയ്ഹുഡ് ഡേയ്സ് ഇറ്റ് വാസ് മൈ ലോങ് ചെറിഷ്ഡ് ഡ്രീം ടു ബിക്കം ആൻ ഇംഗ്ലീഷ് ടീച്ചർ. പത്താം ക്ലാസ് ആദ്യ വർഷം പഠിക്കുമ്പോൾ പോലും ഒരു ഇംഗ്ലീഷ് അധ്യാപകനാകണമെന്ന് സ്വപ്നം കാണുന്ന സമയത്ത് പോലും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 26 ലെറ്റേഴ്സും എനിക്ക് ഓർഡറിൽ എഴുതാൻ അറിയില്ല. അതൊക്കെ പിന്നെ രണ്ടാം വർഷമൊക്കെ ചേർന്ന് ഗ്രാജുവലി അങ്ങനെ പഠിച്ചു വന്നതാണ്. അന്ന് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഒരു പുതിയ സാറ് വരുന്നു. ട്യൂട്ടോറിയൽ കോളേജ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു പക്ഷേ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ട്യൂഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പുതിയൊരു സാറ് വരികയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി. ചന്ദ്രൻ സാറ്, നല്ല കട്ടത്താടിയൊക്കെ വെച്ച് നല്ല കത്തുന്ന നല്ല ബേണിങ് ഐസൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. സാറ് വന്ന് ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയ നിമിഷമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും 26 ലെറ്റേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് അത് സ്മോള്, ക്യാപിറ്റല്, കേഴ്സീവ് എന്ന് ഇനം തിരിച്ചെഴുതാൻ ഞാൻ പഠിച്ചത്. ദർ ഈസ് നോ എക്സാജറേഷൻ ഇൻ ഇറ്റ്. സാറ് പറഞ്ഞു, നമ്മൾ മലയാളം പോലെ ഒരു SOV സ്ട്രക്ചർ അല്ല ഇംഗ്ലീഷിനുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് ഗോട്ട് ആൻ SVO പാറ്റേൺ. ടെൻസ് എന്ന് കേട്ടിട്ടുണ്ടാകും. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. 3 ടെൻസുകൾക്ക് സബ് ഡിവിഷനായിട്ട് 12 ടെൻസ് ഫോം ഉണ്ട്. ഇത് സാറ് ബോർഡിൽ എഴുതി ഇരുത്തി പഠിപ്പിച്ചു. പിന്നെ പ്ലസ് ടുവിലെത്തിയപ്പോഴത്തേനും ഇംഗ്ലീഷ് നല്ല ശൈലിയിൽ ഞാൻ എഴുതാൻ പഠിച്ചു, നല്ല സ്ട്രക്ചറിൽ എഴുതാൻ പഠിച്ചു. അത്യാവശ്യം മാഗസീൻസും ന്യൂസ് പേപ്പറുകളും ഒക്കെ വായിക്കാനായിട്ട് തുടങ്ങി. പിന്നെ പ്ലസ് 2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, B.Ed കഴിഞ്ഞു, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഞാൻ ഡിപ്ലോമ ചെയ്തു. ഇപ്പോൾ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൽ ഞാൻ ഒരു ഡിപ്ലോമ ചെയ്യുന്നു. അതുപോലെ ഞാൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി കോഴ്സ് കഴിഞ്ഞു. ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനിലൂടെ ക്ലാസ് എടുത്തിരിക്കുന്നു. ഇംഗ്ലീഷ് ടീച്ചർ ആകുക എന്നുള്ള എൻ്റെ ലോങ് ചെറിഷ്ഡ് ആംബിഷൻ ഞാൻ അക്കംപ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഇവിടെ ഞാൻ ജോബിന് മുമ്പിലിരിക്കുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഈ ജനറേഷനോടും എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ, തീവ്രമായി ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ, നമ്മുടെ ഗോളിനെ നമുക്ക് കൃത്യമായി ചേസ് ചെയ്യാൻ പറ്റിയാൽ, നമ്മുടെ പാഷനെയും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ, കുറിച്ചിട്ടുള്ളൂ, സക്സസ് വിൽ ബി യുവേഴ്സ്. തീവ്രമായ ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്ലസ് ടുവിലെത്തിയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിലാണെങ്കിൽ, ഡിഗ്രി എത്തിയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു ടീച്ചിങ് അരീനയിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു സായിപ്പ് പറയും പോലെ നല്ല പ്രൊനൗൺസിയേഷനും ആക്സൻറ്റും കൃത്യമായ ഡയലക്റ്റും ഒക്കെ ഉപയോഗിച്ച് പറയണം എന്ന് ഒക്കെ മനസ്സിലായി. ഞാൻ ജോബിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇതെന്താണ്? സ്പോഞ്ച്. എങ്ങനെയാണിത്? ഇതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? SPONGE. ഇത് യഥാർത്ഥത്തിൽ പ്രൊനൗൺസ് ചെയ്യണത് സ്പോഞ്ച് എന്നല്ല, സ്പഞ്ച്. നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം തങ്ങളുടെ മക്കളുടെ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയുക എന്നുള്ളതാണ്, അവരുടെ അഭിരുചി തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ പല രക്ഷിതാക്കളും അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. അവരുടെ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സിന് നമ്മുടെ മക്കളെ തള്ളിക്കയറ്റി വിടാതെ, അവരുടെ പാഷൻ എന്താണ്, അവർക്ക് ഏത് മേഖലയിലാണ് അഭിരുചിയുള്ളത്, അവരുടെ സ്കിൽ എന്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുതകും വിധമുള്ള കോഴ്സുകൾ എടുക്കാനും അത് പഠിക്കാനും നമ്മുടെ മക്കളെ കൃത്യമായിട്ട് പ്രേരിപ്പിക്കാൻ ഓരോ രക്ഷിതാക്കളും പ്രതിബദ്ധരാണ്. ജോബിനിപ്പോൾ കാലഘട്ടം മാറി, പഴയ പോലെയല്ല. പട്ടിണി കിടന്നാണെങ്കിലും മക്കളെ പഠിപ്പിക്കും. മക്കളുടെ പഠനത്തിൽ ഒരു രക്ഷിതാവും ഒരു രീതിയിലും
കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അവരെ എന്ത് പഠിക്കണമെന്നുള്ളത് ഇന്ന് ഒരുപാട് അഭിരുചി പരീക്ഷകളുണ്ട്. പഴയമാതിരി നമ്മൾ ഊഹിച്ച് പൂരിപ്പിക്കേണ്ട കാര്യമില്ല. പല രക്ഷിതാക്കളും മാറുന്നുണ്ട്. ഇത്രയും കാലം അവർക്ക് അവരുടെ മക്കൾ ഇതായിരിക്കണമെന്ന് തീരുമാനം എടുത്തിട്ട് ഒരു അഭിരുചി പരീക്ഷ കഴിഞ്ഞാൽ നമ്മളൊക്കെ വിളിച്ച് സംസാരിക്കേണ്ട മാഷേ അവൻ്റെ ടേസ്റ്റ് ഇത് മാത്സിനോടാണ്, അല്ലെങ്കിൽ സയൻസിനോടാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോടാണ്, അവൻ ഏത് കോഴ്സിനാണ് വിടാൻ നല്ലത് എന്ന് ചോദിക്കുന്ന പാരൻസ് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ അവരുടെ പാഷൻ അനുസരിച്ച് അവരുടെ അഭിരുചി ചേസ് യുവർ ഡ്രീം എന്നതിനേക്കാളുപരി ചേസ് യുവർ പാഷൻ എന്ന രീതിയിലേക്ക് മക്കളെ ഒരുക്കാൻ ഓരോ രക്ഷിതാവും പ്രതിബദ്ധരാണ്. ആ രീതിയിൽ വരുമ്പോൾ മക്കളെ വിജയിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. ഇനി മക്കളെ കുറിച്ച് പറയാം. തങ്ങളുടെ രക്ഷിതാക്കളുടെ അവരുടെ ഹാർഡ്ഷിപ്പ്, അവരുടെ അധ്വാനം, അതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ ഈ മകനും ഈ മകളും പ്രതിജ്ഞാബദ്ധരാണ്. അറിയാം, മരുഭൂമിയിൽ മണനാരണ്യത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കി ഇവർക്ക് വേണ്ടി സമ്പാദിക്കുന്ന മാതാപിതാക്കൾ നാട്ടിലും അങ്ങനെ തന്നെ. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ പോകുന്നതിന് മുമ്പ്, കഞ്ചാവ് വലിക്കാൻ പോകുന്നതിന് മുമ്പ്, കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മകൻ ഈ മകൾ ചിന്തിക്കണം, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പാടിൻ്റെ വില അറിയണം. ജോബിനറിയോ, ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയോട് ഒരു പെൻസിൽ ചോദിച്ചാൽ, ഒരു രക്ഷിതാവിനോടൊരു കുട്ടി ഒരു പെൻസിൽ ചോദിച്ചാൽ ഒരു പെട്ടി പെൻസിലാണ് കൊണ്ടുവരിക. ഈ മോന് മോക്ക് കൊണ്ടുപോയി കൊടുക്കുക. നമ്മുടെയൊക്കെ കാലത്ത് പെൻസിലില്ലാഞ്ഞിട്ട് സ്കൂളിന് ചുറ്റും നടക്കും പെൻസിൽ. ചില ബിരുദന്മാർ വരും, വെള്ളം വേണോ, പെൻസിലും പൊട്ടും ഉണ്ടാകുന്ന പറയും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. വൈകുന്നേരം കുടിക്കാനും സ്കൂളിൽ ചിലപ്പോൾ വെള്ളം സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ്റെ കുപ്പിയിൽ വെള്ളം ഉണ്ടാവും. ഇത് പെൻസിലും പൊട്ട് തന്നാൽ, അതായത് പണത്തിൻ്റെ വില അറിഞ്ഞ് ജീവിച്ചിരുന്നതാണ് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതറിയണം. പാരൻസിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം. അതിനവർക്ക് വേണ്ടതെന്തോ അത് തിരിച്ചു കൊടുക്കാനും. ഇപ്പോൾ മാഷ് പറഞ്ഞ ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ് ഇപ്പോൾ മാഷ് പറഞ്ഞത്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, വിയർപ്പൊഴുക്കുന്ന, അവരുടെ ജീവിതത്തിന് നല്ലൊരു സമയവും ഞങ്ങൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു മാതാപിതാക്കൾ, ഒരു അപ്പനും അമ്മയും എനിക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ ഞാൻ നമ്മുടെ വിദ്യാർത്ഥികളോട് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. നിങ്ങളെ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ പല വിദ്യാർത്ഥികൾക്കും വരാവുന്നൊരു വലിയ പ്രോബ്ലം ഈ മടി. കൃത്യമായ ഒരു ജീവിതക്രമം അവർക്ക് നൽകാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റും. മടിയില്ലാതെ അവരെ കൃത്യമായി എഴുന്നേൽപ്പിച്ച് അവർക്ക് കളിക്കേണ്ട സമയം, അവർക്ക് പഠിക്കേണ്ട സമയം, അവർക്ക് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട സമയമെല്ലാം സ്ട്രക്ചർ ചെയ്ത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ രക്ഷിതാവിനും പറ്റും. ഞാൻ വിദ്യാർത്ഥികളോട് പറയും, നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിക്കേ, നല്ല ലിറ്ററേച്ചർ വായിക്കേ, നല്ല സിനിമകൾ കാണുക, നല്ല മോട്ടിവേറ്റിംഗ് വീഡിയോസ് കാണുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല പോയിൻറ്റുകളെ നമ്മൾ കുറിച്ച് വയ്ക്കുക, നല്ല മനോഹരമായിട്ട് എഴുതി വയ്ക്കുക. അവയെ നമ്മുടെ സെൽഫ് അഫർമേഷൻസ് ആക്കുക. എനിക്ക് ഈ അഫർമേഷൻസിൽ വലിയ വിശ്വാസമാണ്. അഫർമേഷൻസ് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പലപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് പ്ലഡ്ജ് പറയിപ്പിക്കും. ഐ ക്യാൻ ലേൺ എനിത്തിങ്, ഐ എം എ ഫാബുലസ് ലേണർ. വീണ്ടും വീണ്ടും ഇതേ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കുറേ വട്ടം പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് മൈ ലൈഫ്. ഈ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറും. അവനെ തിരിച്ചറിയിക്കുക. ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ഏതായി ലോകത്ത്? നമ്മുടെ തലച്ചോറ്, ഹ്യൂമൻ ബ്രെയിൻ ആണ് അല്ലേ? ഹൗ മെനി GB? GB വേക്കൻ്റാ, ഉപയോഗിക്കുന്നില്ല. ബ്രെയിൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വരട്ടെ, ഇത് സ്റ്റഫ് വരട്ടെ, ഒന്നും അങ്ങോട്ട് ചെല്ലുന്നില്ല. മൈ ബ്രെയിൻ ഈസ് എ മോസ്റ്റ് ഡെവലപ്ഡ് ബയോ സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ദ യൂണിവേഴ്സ്. നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഒരു ചീത്ത സുഹൃത്താകാനും പാടില്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് നല്ലൊരു ഫ്രണ്ട് ആണോ എന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. എപ്പോഴും ലേൺ ടു അപ്രീഷിയേറ്റ് അതേഴ്സ്. ഒരു നന്മ കണ്ടാൽ അത് നന്മയാണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഡ്രാസ്റ്റിക് വിപ്ലവകരമായ മാറ്റങ്ങൾ ആസ് എ ടീച്ചർ എനിക്കറിയാം. ഓരോ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ അതുപോലെ ഒരു നല്ലൊരു അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ട് വന്നു. നമ്മൾ ആ കുട്ടിയെ വിളിച്ച് പറയാം, മോനെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി മോശമായൊരു കുട്ടിയോട് വരെ, മോനെ നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ച് കറക്ഷൻസ് അവിടെ ഇവിടെ വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം ശ്രമിച്ചാൽ ഒന്നുകൂടി നന്നാവുമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം ആ കുട്ടി നന്നാക്കൂല്ലേ? ലേൺ ടു അപ്രീഷിയേറ്റ് അതേഴ്സ്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളാവുക, ജോബിനാവുക, വിപിൻദാസ് ആവുക, നമ്മളാവുക. കളിക്കേണ്ട സമയത്ത് കളിക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക.
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക. വെറും പഠനം മാത്രമോ വെറും കളി മാത്രമോ ആവാതെ ആവശ്യത്തിന്, ഇപ്പോൾ നമ്മൾ കറിയിലൊക്കെ നമ്മുടെ കൂട്ടുകൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലേണിംഗ് സർക്കിളിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ അത് മേമ്പൊടി അതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് കൃത്യമായും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ തലമുറയ്ക്ക് വളരാനായിട്ട് പറ്റും.